സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെണ്ണാണ് എന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവർക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പൊ ചില ആളുകൾക്ക് തോന്നും, പുരുഷനും ആണും ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുരുഷനും ആണും അതേ പെണ്ണും കലരാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അന്യപുരുഷനെ നോക്കാൻ പാടില്ല, അന്യപുരുഷൻ പെണ്ണിനെയും നോക്കാൻ പാടില്ല. ഒരു ഭാഗം മാത്രമല്ല, രണ്ട് ഭാഗവും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അന്യ പെണ്ണിലേക്ക് പുരുഷൻ നോക്കാൻ നിർവാഹമില്ല. അന്യപുരുഷന് പെണ്ണിലേക്കോ അന്യ പെണ്ണിന് അന്യപുരുഷനിലേക്കോ തിരിച്ചു നോക്കാൻ നിർവാഹമില്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ രണ്ടാളുകളും പുരുഷനാണ് പെണ്ണിനെ കാണുന്നതെങ്കിൽ പുരുഷൻ കണ്ണിനായി തീരട്ടെ, ആണാണെങ്കിൽ ആണ് പെണ്ണിനെ കാണുമ്പോൾ അവന്റെ കണ്ണിനെ തായി തീരട്ടെ. എന്തുകൊണ്ടാണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞത്? അവരുടെ ചാരിത്ര ശുദ്ധിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഒരിക്കലും ഒരു മൃഗത്തെ പോലെ മനുഷ്യനാകാൻ നിർവാഹമില്ല. അതെങ്ങനെ മുസ്ലിയാരെ കാണുമ്പോഴേക്ക് മൃഗത്തെ പോലെ ആകലി? അല്ലാഹുവിന്റെ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ തന്നെ പാടില്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ സിനയിലേക്ക് അടുക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. നിങ്ങൾ സിന എന്ന് പറയുന്ന പരിപാടിയിലേക്ക്, അടുക്കുന്ന പരിപാടിയിലേക്ക് തന്നെ അടുത്തൂടാ. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു പണിയും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തുകൂടാ. അല്ലാഹുവിന്റെ ഖുർആൻ വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. അന്യ പുരുഷനും സ്ത്രീയും കലരുന്നതിന് മുസ്ലിമീങ്ങളായ നമുക്ക് തന്നെയും അത് സാരമില്ല എന്ന് പറയുന്നതിന് മടി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കല്യാണ വീടുകളിൽ, നമ്മുടെ പല സദസ്സുകളിലും അന്യ പുരുഷനും സ്ത്രീകളും ഇടകലരുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് അത്ര കർശനാക്കേണ്ടതില്ല എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ മനോഗതികൾ പോലും പാശ്ചാത്യൻ ചിന്തയിലെ ചില ആളുകൾ എവിടെയോ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം നടത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാന്മാരായ ഔലിയാക്കൾ അവർ വളരെ വ്യക്തമായി നമുക്ക് നൽകിയ പാഠങ്ങളുണ്ട്. ഞാനിപ്പോൾ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഇവ ഏകദേശ നാടുകളിൽ പോയാലും അത് കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നും പല ചെറുപ്പക്കാരും വന്ന് പറയുന്ന വലിയ സങ്കടം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമില്ല, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല. ഈ കഴിഞ്ഞ ദിവസവും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ട്, പക്ഷെ കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല, ഭയങ്കര വേദനയിലാണ് ജീവിതത്തെ കഴിച്ചു കൂട്ടുന്നത്. ഇതുപോലെ ചില പെങ്ങന്മാർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. അവനോട് ചോദിച്ചാൽ അവന് പറയാനുള്ളത്, വിവാഹം കഴിക്കുമ്പോൾ നീ അവളെ കണ്ടിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്നാണ് മറുപടി. അവനെ നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് എന്നാണ് മറുപടി. കാണാതെ വിവാഹം കഴിച്ചതാണോ? അല്ല, കണ്ടിട്ടാണ് വിവാഹം കഴിച്ചത്. കണ്ടിട്ട് ഇഷ്ടപ്പെടാതെയാണോ വിവാഹം കഴിച്ചത്? അല്ല, ഇഷ്ടപ്പെട്ടിട്ട് മനസ്സിൽ താലോലിച്ച് എത്രയോ ദിവസം കാത്തുനിന്ന് നിക്കാഹിന്റെ ദിവസം വരെ പൊറുതി പിടിച്ചിങ്ങനെ കാത്തു നിന്നിട്ട് കിട്ടിയതാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യയുമായി മനസ്സുകൊണ്ട് അകന്നുപോയി, ഭർത്താവുമായി അകന്നുപോയി. പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ഓ പെങ്ങന്മാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ്? മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത് കാണാം. അള്ളാന്റെ ഖുർആൻ പുരുഷനോട് പെണ്ണിനോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അന്യ പെണ്ണിനെ കണ്ടാൽ അവന്റെ കണ്ണ് താഴ്ത്തിയിട്ടോളണം. എത്രത്തോളം സ്വന്തം ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ പോലും, സ്വന്തം അനുജന്റെ ഭാര്യയാണെങ്കിൽ പോലും നിനക്ക് അവനെ നോക്കാൻ നിർവാഹമില്ല. ഭർത്താവിന്റെ ചേട്ടനെ കാണാനോ തൊടാനോ നിർവാഹമില്ല. ഭർത്താവിന്റെ അനുജനെ തൊടാനോ കാണാനോ നിർവാഹമില്ല. ഭർത്താവിന്റെ അനുജൻ എന്ന് പറഞ്ഞാൽ എന്റെ അനുജനെ പോലെ അല്ലേ മുസ്ലിയാരെ? എന്റെ അനുജനെ പോലെയാണ് നിങ്ങൾ മനസ്സിൽ കരുതിക്കോളൂ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ശറഈയ്യങ്ങൾക്ക് അവനെ തൊടാൻ നിർവാഹമില്ല. അവനെ ബൈക്കിൽ കയറ്റാൻ നിർവാഹമില്ല. അവന്റെ ബൈക്കിൽ കയറി യാത്ര ചെയ്യാൻ നിർവാഹമില്ല. എന്തിനാ മുസ്ലിയാരെ ഇത്ര കടുംപിടുത്തം? ഇസ്ലാം എന്തിനാണ് ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത് എന്ന് ചിലപ്പോ തോന്നും. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഈ വിഷയത്തിൽ ഇത്ര കടുംപിടുത്തം ഇസ്ലാം പിടിക്കാനുള്ള കാരണം വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ തന്നെ പാടില്ല. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ് നോട്ടങ്ങള്. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ് കേൾവികള്. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന വഴികളാണ് ടച്ചിങ്ങുകള്. ആ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളാണ് അവരുമായുള്ള സീക്രറ്റ് സംഭാഷണങ്ങള്, ആരുമറിയാതെയുള്ള ചാറ്റിങ്ങിലൂടെയുള്ള സംപ്രേഷണങ്ങള്, ചാറ്റിങ്ങിലൂടെയുള്ള കൈമാറ്റങ്ങള്. ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതിന്റെ കാരണം വ്യഭിചാരത്തിലേക്ക് അടുക്കാതിരിക്കാനാണ്. വ്യഭിചാരത്തിലേക്ക് എത്തുന്നത് മനുഷ്യൻ ഇത്തരം അതേ വഴികളിലൂടെയാണ്. കാഴ്ചയിലൂടെയാണ്, കേൾവിയിലൂടെയാണ്. അവരുടെ കാഴ്ചയിലും കേൾവിയിലും അവരുടെ സ്പർശനത്തിനുമുള്ള ആകർഷണത്തിലൂടെയാണ് മനുഷ്യൻ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പോകുന്നത്. ആ ഒരു മഹത്തായ ദീനിന്റെ ചാരിത്ര ശുദ്ധിയെ നശിപ്പിക്കാനാണ് ഇന്ന് ലോകത്തുള്ള പലരും ഈ മുസ്ലിമീങ്ങളുടെ ചാരിത്ര ശുദ്ധി കൂടി ഒന്ന് പൊളിഞ്ഞു കിട്ടിയാൽ ലോകത്ത് വ്യഭിചാരത്തിന് വില കൽപ്പിക്കാത്ത സമൂഹമായി ഈ സമൂഹത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്ന് ചിന്തിച്ചിട്ട് പാശ്ചാത്യൻ ചിന്തക്കാരൻ കൊണ്ടുവരുന്ന ഇത്തരം ചിന്താഗതികൾ നമ്മളെ മനസ്സിൽ കടന്നിട്ട് നമ്മളും അങ്ങനെ ചിന്തിക്കുന്നവരായാൽ, നമ്മളും അങ്ങനെ ആലോചിക്കുന്നവരായാൽ കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാകൂല.